ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 23-ാം വാക്യം. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും. ശിഷ്യന്മാർ ഒരാൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കുകയാണ്. ആരാണ്? കാനാൻകാരി. എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ ഈ കാനാൻകാരിക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചത്? കാരണം അവൾ ഈശോയുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? തൻ്റെ മകൾക്ക് വേണ്ടി, മകളുടെ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുവാൻ വേണ്ടി ആ അമ്മ ഈശോയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ഒത്തിരി ദൂരം നടന്നു. ഇത് കണ്ടപ്പോൾ, ഈ വിശ്വാസം കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് വിഷമം തോന്നി. ഈശോയോട് പറയതേ, ഇവളെ ഒന്ന് പറഞ്ഞയച്ചാലും. അപ്പോഴും ഈശോ പറഞ്ഞയക്കുന്നില്ല കേട്ടോ. അപ്പോഴും ഈശോ പറയുന്നത് തന്നെ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ആഴം എൻ്റെ ദൈവം പരീക്ഷിക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവം ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് പരിശോധിക്കുക. ഇഷ്ടം പോലെ പ്രാവശ്യം നോക്കൂ. ആ മകളെ എന്താണ് വിളിക്കുന്നത്? നായ എന്ന് വിളിച്ചിട്ട് പോലും അവൾ ഇട്ടിട്ട് പോകുന്നുണ്ടോ? ഇല്ല. വീണ്ടും പ്രാർത്ഥിക്കുക. അവൾ ആഗ്രഹിച്ചത് നേടിയെടുത്തുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നിന്ന് പോവുക. വിശ്വാസത്തോടുകൂടി ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഞാനിങ്ങനെ വിശ്വാസത്തോടുകൂടി ഈശോയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേര് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും കേട്ടോ. ശിഷ്യന്മാരായിക്കൊള്ളട്ടെ, വിശുദ്ധരായിക്കൊള്ളട്ടെ, പരിശുദ്ധ കന്യകാമറിയമായിക്കൊള്ളട്ടെ, ഇവരൊക്കെ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ആഴമായ വിശ്വാസം ഉണ്ടാവണം. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ ഇങ്ങനെ ഈശോയുടെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് കിട്ടാതെ വന്നാൽ ഇട്ടിട്ട് പോകത്തില്ലേ? ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചോണം, എനിക്ക് വേണ്ടി ആരും ഈശോയോട് പ്രാർത്ഥിക്കത്തില്ല. ശിഷ്യന്മാർ ഈ കാനാൻകാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുകൊണ്ടാണ്, അവൻ്റെ പിന്നാലെ നടന്നതുകൊണ്ടാണ്. നമ്മളും പോകണം കേട്ടോ, ഈശോയുടെ പിന്നാലെ പോകണം. എന്തിനാ? അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് പോകണമെങ്കിൽ ഈശോയുടെ പിന്നാലെ നടക്കാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ഈ കാനാൻകാരിയെ പോലെ ദൃഢവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ പോകാം. ഈശോ നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരാം, ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്ന് നിരാശ തോന്നിയേക്കാം. മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയേക്കാം. പക്ഷെ അവിടെയൊന്നും പതറിപ്പോകാതെ കൂടുതൽ തീഷ്ണതയോടുകൂടി ഈശോയുടെ പിന്നാലെ വന്ന് അവനിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട്, മറ്റുള്ളവരുടെ മാധ്യസ്ഥം വഴിയായിട്ട് നന്മകൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.